ഹലോ ഹായ് കൂട്ടുകാരെ. അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് വാവിൻ്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ രാവിലെ തന്നെ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചു. അപ്പോൾ നമ്മൾ അപ്പത്തിനൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി അടുക്കളയിൽ കുറേ പണികളുണ്ട്. അപ്പോൾ ചേട്ടൻ വെള്ളമൊക്കെ അടുപ്പിൽ വെച്ചിരുന്നു. പിന്നെ നമ്മൾ പാത്രം കഴുകാനായിട്ട് വെള്ളം തിളപ്പിക്കാനും വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ വെള്ളം തിളച്ചപ്പം ചേട്ടൻ പിന്നെ അരിയൊക്കെ കഴുകിയിടുവാണ്. അപ്പോഴാണ് നമ്മളെ പാത്രം എല്ലാം ഒന്ന് കഴുകട്ടെ. പിന്നെ അപ്പച്ചട്ടിയും നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. കാരണം അപ്പം ചുടുമ്പോൾ മാത്രമല്ലേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. പിന്നെ ചുടാത്തപ്പം കുറച്ച് എണ്ണ തടവി വെക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അപ്പം ചുടാൻ പിന്നെ ഭയങ്കര പാടായിരിക്കും. അങ്ങനെ നമ്മൾ അപ്പച്ചട്ടിക്കകത്ത് കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് കഴുകി പിന്നെ അരിയൊക്കെ ചേട്ടൻ ഇട്ട് കൊടുക്കുവാണ്. അപ്പം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ചേട്ടനോടൊക്കെ രാവിലെ എല്ലാം സഹായിച്ചു തരും കേട്ടോ. പിന്നെ എല്ലാം കൂടെ ചെയ്തിട്ട് കിടക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടായിരിക്കാം. അപ്പോൾ മുട്ടക്കറിയാണ് വെക്കുന്നത്. നമ്മൾ പറയാറില്ലേ നമുക്ക് എന്താ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമുള്ളതാണ് വേവിച്ച് കൊടുക്കേണ്ടതെന്ന്. എല്ലാവർക്കും നോൺ വെജാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ രാവിലെ അപ്പവും മുട്ടക്കറി ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അക്കും അവിടെ കിടപ്പുണ്ട്. പിന്നെ ചേട്ടൻ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിരുന്നു. അപ്പം നമ്മൾ ഉള്ളിയൊക്കെ അങ്ങോട്ട് വഴറ്റുവാണ് കേട്ടോ. അപ്പം മുട്ടക്കറി തേങ്ങാപ്പാലിൽ വെക്കാമെന്ന് വിചാരിച്ചു. വെള്ളക്കറി അല്ല, റെഡ് കറിയാണ് വെക്കുന്നത്. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. വെള്ളക്കറിയും വെക്കാറുണ്ട് കേട്ടോ. കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് തേങ്ങാപ്പാലിൽ അങ്ങനെയും ഒക്കെ വേവിക്കാറുണ്ട്. അപ്പോൾ ചേട്ടനും താല്പര്യം മുളക് പൊടി ഇടുന്ന കറിയാണ് കേട്ടോ. അപ്പം മോള് പിന്നെ അവിടെയൊക്കെ ഒതുക്കാനും പറക്കാനും തൂക്കാനും ഒക്കെ നിന്നു. ഞങ്ങൾ പിന്നെ രാവിലെ തന്നെ പെട്ടെന്ന് വെച്ചല്ലേ നമുക്ക് രാവിലെ വെച്ച് കൊടുക്കണ്ടേ. അത് കഴിഞ്ഞിട്ടല്ലേ നമുക്കെല്ലാം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോഴത് അരിയൊക്കെ തിളയ്ക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ മുട്ടക്കറിയും. അപ്പോൾ ഇന്ന് വിലയരിയാണ് വെക്കുന്നത് കേട്ടോ. വിളമ്പാൻ നേരം പിന്നെ റേഷൻ അരി വെക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് പക്ഷേ രാത്രി തിളപ്പിച്ച് വെക്കാൻ മറന്നു. അപ്പമൊക്കെ നല്ല പൂവ് പോലെ വന്നിട്ടുണ്ട്. പിന്നെ പൂവിൻ്റെ ആകൃതിയിലും ഒക്കെ അപ്പം ഉണ്ടാക്കി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മളാ മുട്ടക്കറി അങ്ങ് റെഡിയാക്കുവാണ്. അക്കു പിന്നെ മുകളിൽ കയറി ഇനി കൂട്ടി കയറാൻ വയ്യ എന്ന ശബ്ദം എടുത്തിട്ട് മേളിൽ ഇരിക്കുകയാണ് കേട്ടോ. അതിന് കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങിയൊക്കെ വരും. അങ്ങനെ അരി അവിടെ വേവുന്നുണ്ട്. അരി ഞാൻ പറഞ്ഞില്ലേ വിലയേരിയില്ലേ. അപ്പോൾ പിന്നെ ഇനി കുറേ നേരം നല്ല തിളച്ച് വന്നിട്ട് റൈസ് കുക്കറി ഇറക്കി വെക്കാൻ പറ്റുള്ളൂ. രാത്രി മറന്നു പോയി കേട്ടോ തിളപ്പിച്ച് വെക്കാനായിട്ടേ. പിന്നെ 12 ആകുമ്പോഴത്തെ ഊറ്റിയാൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് രാവിലെ തന്നെ വെച്ചു. അപ്പോൾ അക്കുവിന് കുറച്ച് മുട്ടയൊക്കെ കൊടുത്തു. നമ്മൾ അപ്പമൊക്കെ കാണാൻ പിന്നെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പൂവ് കണക്കത്തെ അപ്പമൊക്കെ ഉണ്ടാക്കി. അത് കാണാൻ ഒരു രസമല്ലേ. അങ്ങനെ മുട്ടയൊക്കെ ഇട്ട് കൊടുത്തു. നമ്മളെ കറി ഒരുപാടങ്ങ് വറ്റിക്കുന്നില്ല കേട്ടോ. തേങ്ങാപ്പാലായതുകൊണ്ട് കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. 2ാം പാൽ ഒഴിച്ച് പിന്നെ ഫസ്റ്റ് പാലും. അങ്ങനെ പാത്രം നല്ല വെള്ള പാത്രമൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തു. അത് വിശേഷങ്ങൾക്കും ഗസ്റ്റുകൾക്കും മാത്രമുള്ളതാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം പറക്കൊണ്ട് വെച്ചു. ഇനി വെള്ളം പാനുള്ള തയ്യാറെടുപ്പ്. കുറച്ച് ചായ ഇട്ടിട്ടുണ്ട്. പുറത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൈ കഴുകിയിട്ട് വന്ന് വേണ്ടേ കഴിക്കാൻ. അപ്പോഴിതാ നല്ല വെള്ളപ്പാത്രം വെച്ചു. എന്നിട്ട് നമ്മൾ അപ്പവും മുട്ടക്കറിയും ചായയും വെള്ളവും ഇത്രയും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കാക്കയ്ക്ക് ഒരു ഇലക്കകത്ത് ഒരപ്പം നമ്മൾ ഇങ്ങനെ വെച്ച് ഇട്ട് കൊണ്ട് കൊടുക്കുമല്ലോ. അപ്പം കാക്ക വന്ന് നല്ല സന്തോഷമായിട്ട് കഴിച്ചിട്ട് പോയി കേട്ടോ. അത് കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക സന്തോഷമല്ലേ. അങ്ങനെ പറയാറുണ്ട് കാക്ക വന്ന് കഴിക്കുക. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ വെള്ളമൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ 4 പേരും കൂടെ കഴിക്കാമായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ തറയിരുന്നില്ല. ചേട്ടനെ മോളിൽ ഇരുന്നിയത് കാരണം നടുവയ്യാത്തതുകൊണ്ട് പിന്നെ എഴുന്നേക്കാനൊന്നുമില്ല. എനിക്കും ഭയങ്കര പാടായിരുന്നു കേട്ടോ. കാല് മടക്കിയിട്ടിരിക്കാനൊന്നും പറ്റില്ല. എങ്കിലും നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. പിന്നെ അത് കഴിഞ്ഞ ശേഷം നാട്ടുകളെ അടുത്ത പണിക്ക് വന്നു കേട്ടോ. പിന്നെ പായസം മിക്സ് എടുത്ത് പായസം വെച്ച് പച്ചടിക്ക് വെച്ചു. പിന്നെ പയറൊക്കെ വെച്ച് പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി അവിയൽ ഒരുപാട് കറിയൊന്നുമില്ല. പരിപ്പ് അവിയൽ സാമ്പാർ മോര് പിന്നെ നമ്മുടെ പച്ചടിയും വെച്ചു. പിന്നെ ഒരു മെഴുക്കുരട്ടി കൊണ്ട് പിന്നെ അച്ചാറും കൂടെ ആയപ്പം പിന്നെ ചിക്കനും ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ തന്നെ ധാരാളം. ചെറിയൊരു സദ്യ വെച്ചു കേട്ടോ. ചിക്കൻ പിന്നെ ഞാൻ എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് പിന്നെ കുക്കറിയിട്ട് ഉള്ളി വഴറ്റി ചെയ്തത്. പിന്നെ മോള് പാത്രങ്ങൾ വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ കുറച്ച് ഇല വെട്ടാനായിട്ട് വന്നു കേട്ടോ. അങ്ങനെ 4 ഇലയൊക്കെ വെട്ടി. ഒരു ഇല കാക്കച്ചിക്കൊള്ളയാണ്. കാരണം ചേട്ടന് വർഷാപ്പിൽ പോകണമായിരുന്നു. അതുകൊണ്ട് ഇനി ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ചേട്ടനില്ലായിരുന്നു. ചേട്ടൻ പിന്നെ രാവിലത്തെ അപ്പമൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ മോള് പിന്നെ പാത്രമല്ലല്ലേ ഇലയൊക്കെ കഴുകി തന്നു. അതിൻ്റെ ഇടയ്ക്ക് അവരുടെ കളികളാണ് കേട്ടോ. രണ്ടുപേരും കൂടെ അടിയോടും അങ്ങനെ എന്തോ ദേഹം നോവിക്കത്തേന്നില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ എന്താ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയും ഒക്കെ ഞാൻ ഇടപെടാൻ പോകത്തില്ല. കാരണം അവർ കുറച്ച് സമയം കളിച്ചിട്ട് അതങ്ങ് റെഡി ആയിക്കോളും. പിന്നെ നമ്മളെയും പിടിക്കാൻ പറയും. എനിക്ക് പേടിയാട്ടോ എൻ്റെ ദേഹത്ത്. ഞാൻ പറയും എന്നെ പിടിച്ചിട്ട് ഞെക്കരുത്. അപ്പോൾ അവൻ സോഫ്റ്റായിട്ടേ പിടിക്കത്തുള്ളൂ കേട്ടോ. അവനറിയാൻ പിടിച്ചാൽ അവനെ എൻ്റെ പണി കിട്ടുമെന്ന് വെച്ചിട്ട്. അപ്പോൾ അവൾ വന്നിങ്ങനെ കളിച്ചിട്ട് ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ. ഞാൻ പറഞ്ഞു എന്നെ പിടിച്ച് വലിക്കരുത്, ഞാൻ മുണ്ടിയിട്ടാൽ വീണു പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ സദ്യയൊക്കെ വിളമ്പിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണമല്ലോ. അത് കഴിഞ്ഞിട്ട് വെള്ളം കൊണ്ടിട്ട് നമ്മൾ കാക്കച്ചിക്കുള്ള എന്താ പറയുന്നത് ചോറെല്ലാം കൊണ്ട് കൊടുത്തപ്പം കാക്കകളൊക്കെ വന്ന് കഴിച്ചു. അത് കാണുന്നതും ഒരു സന്തോഷം അല്ലേ. അങ്ങനെ അവർ കഴിച്ചിട്ട് പോകാറുന്നിട്ട് കുറച്ച് നേരം നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. അപ്പം ഞങ്ങൾ 3 പേരും കഴിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഞങ്ങൾ എന്ത് വിശേഷത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുക്കും കേട്ടോ. എന്ന് വെച്ചാൽ
എല്ലാവരുടെ ഇലയുടെ ടേസ്റ്റ് ഒന്നല്ല. ഞാനാണെങ്കിൽ എല്ലാ കറികളും മിക്സ് ചെയ്തിട്ടാണ് കഴിക്കാറ്. മക്കൾ പിന്നെ അതും ഇതുമൊക്കെ മാത്രം എടുത്തിട്ടേ കഴിക്കത്തുള്ളൂ. പിന്നെ മോനാണെങ്കിൽ ഇച്ചിരിച്ചേ ചോറിട്ട് ആദ്യം പരിപ്പും പപ്പടവും പിന്നെ സാമ്പാർ അങ്ങനെ കഴിക്കും കേട്ടോ. അത് ആദ്യമേ പരിപ്പിൻ്റെ ചോറ് തീർന്നു. അപ്പോൾ ഇത് മോൾക്ക് വായി വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞു, അങ്ങനെ ഓരോ പിടിയും അങ്ങോട്ട് വാരി കൊടുത്താണ് കഴിക്കാറ്. പിന്നെ അടുക്കളയെല്ലാം ഒന്ന് വൃത്തിയാക്കി. അപ്പം നമ്മുടെ സന്തോഷകരമായ കർക്കിടക വാവ് ദിവസമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. ഓക്കേ, ബൈ.